കാഹളത്തിൽ ഊതപ്പെടുമ്പോ അബോധാവസ്ഥയിലായിക്കൊണ്ട് മറഞ്ഞു വീഴും. എല്ലാവരും മറഞ്ഞു വീഴും. ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തി അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ റസൂല് പറയാണ്, മൂസാ നബി ഹൗലുൽ കൗസറിന്റെ സാമീപ്യത്ത് റസൂലിൽ അല്ലാഹുവിന്റെ അർശിന്റെ സാന്നിധ്യത്തിൽ എന്നാണോ? നിങ്ങൾ നോക്ക്. അപ്പൊ ഇവിടെ ആദ്യമായി റസൂല് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഞാൻ ആ ഭാഗത്തേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. 26, 27, 28 വചനങ്ങളാണ്. എല്ലാം നശിക്കും. 7 ആകാശം, സബ്അ സമാവാതിൻ തിബാഖാ, 7 ആകാശം അത് തകർന്നു വീഴും, അത് നശിച്ചു പോകും, അത് പൊട്ടി വീഴും, അത് ഉതിർന്നു പോകും, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും, എല്ലാം നശിക്കും. പക്ഷേ വയബ്ഖാ, ബാക്കിയാകും, വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, നിന്റെ നാഥന്റെ മഹത്വവും ഔദാര്യവാനായ നിന്റെ രക്ഷിതാവിന്റെ അസ്തിത്വം മാത്രം അവശേഷിക്കും. അപ്പൊ ലോകത്തിനൊരവസാനമുണ്ട്. ലോകം ഏതും തുടങ്ങിയോ, എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്കൊരവസാനമുണ്ട്. W. സ്റ്റീഫൻ ഹോക്കിംഗ് ആധുനിക സയൻസിനെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ലോകത്തിന് അന്തിമമായ ഒരു നാശമുണ്ട്, ഒരിക്കലും അതിജയിക്കാത്ത അന്തിമമായ ഒരു നാശം. സൂര്യനെ പറ്റി, ചന്ദ്രനെ പറ്റി W. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് എന്താ അറിയോ? അദ്ദേഹം പറയുന്ന വാചകം തന്നെ എന്താ അറിയോ? സൂര്യൻ ഇങ്ങനെ വികസിക്കും, വികസിച്ച് വികസിച്ച് ചന്ദ്രനിലേക്ക് അത് ചെന്നു ചേരും. ചന്ദ്രൻ അങ്ങോട്ട് വലിച്ചെടുക്കുന്ന. എങ്ങനെ? ചന്ദ്രനെ സൂര്യൻ. ഖുർആൻ ആ കാര്യത്തെ പറ്റി പറയുന്നത് എന്തറിയോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മ ഇലാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ ഫഇദാ ബരിക്കൽ ബസർ ഫഖസഫൽ ഖമർ വജുമിയ അശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ചേരുന്ന ദിനം സൂറത്ത് ഖിയാമ. സൂര്യനും ചന്ദ്രനും ഒന്നായി തീരുന്ന ദിവസം അത് വരാനിരിക്കുന്നു. ഭയാനകരമായ ആ ദിവസം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, സൽസല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കിലുക്കല്ലേ അല്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ആ ആയത്താണ് എനിക്ക് ഏറെ സ്വാധീനിച്ചത്. വഖാലൽ ഇൻസാനു മാ ലഹാ. ഈ 4 കണ്ടം മൈതാനം ഒന്ന് കുലുങ്ങിയാൽ, ശരിക്കും ഭൂമി ഇങ്ങനല്ല കുലുങ്ങ. എങ്ങനെ കുലുങ്ങ അറിയോ? ഇങ്ങനെ വലിച്ചെളയ. ഒരു വിരിയിൽ ഒരുത്തൻ ഇരുത്തിയിട്ട് ആ വിരി വലിക്കണ പോലെ അതാ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ എന്ന്. ഭൂമിയുടെ മുകൾ തട്ടിലുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് വലിച്ചെളയാ ചെയ്യാ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. അന്ന് മനുഷ്യർ പറയും, എന്താ പറ്റിയത്? ഞാൻ ക്രിക്കറ്റ് കളിച്ച ഭൂമിയാണല്ലോ ഇത്, ഞാൻ ഓടി നടന്ന മൈതാനമാണല്ലോ ഇത്, ഞാൻ ഡ്രൈവിംഗ് പഠിച്ച മണ്ണാണല്ലോ ഇത്. 99-ാം അധ്യായം. അന്ന് ഫമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണി തൂക്കം ആര് നന്മ ചെയ്തിട്ടുണ്ടോ അതവർക്ക് കിട്ടും. അണിമണി തൂക്കം ആര് തിന്മ ചെയ്തിട്ടുണ്ടോ അതും അവർക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ അമല് ചെയ്യുക. ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കണ്ട, 10 റുപ്യ സദക്ക കൊടുക്കാൻ മറക്കണ്ട, ആഭരണം ഊരിക്കൊടുക്കാൻ മറക്കണ്ട, ആളുകളോട് നന്നായി സംസാരിക്കാൻ മറക്കണ്ട. ജീവിതത്തില് സ്വർഗത്തിനു വേണ്ടി പടപൊരുതിയ 2 സഹാബികളുടെ കഥ പറഞ്ഞു തരട്ടെ ഞാൻ. നിങ്ങൾ ആലോചിക്കണം, ചെറുപ്പക്കാരാലോചിക്കണം, ചെറുപ്പക്കാര് ചിന്തിക്കണം. 2 കഥ പറഞ്ഞു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക്? മഹാന്മാരായ 2 സഹാബികളുടെ കഥ പറഞ്ഞു തരട്ടെയോ? 2 സഹാബികളിൽ ഒരാള് ബാപ്പയാണ്, ഒരാള് മോനാണ്. ബാപ്പയും മോനും ചരിത്രത്തിലെ വല്ലാത്ത സംഭവമല്ലയോ ഇത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖൈസമ റളിയല്ലാഹു അൻഹും മകനായ സഅദ് റളിയല്ലാഹു അൻഹും. ഖൈസമ പിതാവാണ്, സഅദ് റളിയല്ലാഹു അൻഹു മകനാണ്. ഓരോ പിതാവും ചിന്തിക്കണേ, ഓരോ മാതാവും ചിന്തിക്കണേ. ഖൈസമ റളിയല്ലാഹു അൻഹു മകനുമായി റസൂലുള്ളാഹ് സഹാബികൾ അനുഭവിക്കുന്ന
ദുരന്തത്തിന്റെ, ത്യാഗത്തിന്റെ, ബഹിഷ്കരണത്തിന്റെ, പീഡനത്തിന്റെ, നൊമ്പരത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങാടിയിൽ ഒരു ബഹളം കേട്ടു. അപ്പൊ ഖൈസമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സയ്യിദേ, എന്താണ് ആ കേൾക്കുന്നതൊന്ന് നോക്ക് മോനെ. സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓടി വീട്ടിലേക്ക് വന്നു. ബാപ്പാന്റെ മുഖത്ത് നോക്കാതെ ഓടിച്ചെന്ന് വാളുമെടുത്ത് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന സയ്യിദിനെ തടുത്തു നിർത്തി ചോദിച്ചു, എന്തടാ പുതുമ ഇത്? ഞാനല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞേച്ചത്? നീ പിന്നെ ഒന്നും പറയാതെ എന്നെ കൂട്ടാതെ വാളുമായി പോവുകയാണോ? അപ്പൊ പറഞ്ഞ സയ്യിദ് റളിയല്ലാഹു അൻഹു, ബാപ്പാ, ബദർ യുദ്ധത്തിൽ നടക്കാൻ പോവുകയാണ്. ബദർ രണാങ്കണത്തിലേക്ക് നബി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അതിനു വേണ്ടി നീങ്ങുകയാണ്. അപ്പൊ ബാബ പറയണ, മോനെ നിനക്ക് ആയുസ് ദീർഘമായുണ്ട് മോനെ. കണ്ടോ, സാബികൾക്കും അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു. മോനെ ഞാൻ പ്രായാധിക്യത്തിലാണല്ലോ മോനെ, ഇനി എനിക്കൊരു ചാൻസ് ഉണ്ടാവില്ലല്ലോ മോനെ. നോക്ക്, 10 സെന്റ് ഭൂമിക്കല്ല, 10 സെന്റ് ഭൂമിക്കല്ല, ടൂർ കൊണ്ടുപോകാനല്ല, കാറിൽ യാത്ര ചെയ്യണമെന്നല്ല, എനിക്ക് രക്തസാക്ഷിയാകണം, എനിക്ക് സ്വർഗം നേടണം. മോനെ ആയുസ് കുറവാണ്. അതുകൊണ്ട് മോനെ നീ എന്നെ അനുവദിക്ക്, നീ വീട്ടിൽ കാവല് നിൽക്ക് മോനെ. ഒരാള് വീടിന് കാവല് വേണല്ലോ. അപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാപ്പാ സമയം